അലീന രാവിലെ മാർക്കറ്റിലേക്ക് സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് പോവാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തിനാ ഈ വെയിലത്ത് നടന്നു പോണത്? ഞാൻ അങ്ങോട്ടേക്ക് നിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അത് വേണ്ടച്ചാ, ഞാൻ പോയിക്കോളാം. നീ പറഞ്ഞ അനുസരിക്കില്ലല്ലോ. ആ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഇങ്ങിതാ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അച്ഛാ, അച്ഛനിപ്പം ജ്വല്ലറിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, ഇനി അച്ഛൻ വരുമ്പോൾ വൈകുന്നേരം ആവും. ഇതെല്ലാം ഉച്ചക്കത്തിന് ആവശ്യമുള്ളതാ എന്ന് പറയുന്നുണ്ട്. ഉച്ചക്കത്തിന് എന്തിനാ ഇത്രയും സാധനങ്ങളുടെ ആവശ്യം? അത് പിന്നെ മനുവേട്ടൻ ഇന്ന് വരുന്നുണ്ട്, ഉച്ചയൂണ് ഇവിടുന്നാ. ഓ, അങ്ങനെ പറ, കാര്യം അങ്ങനെയൊക്കെ അല്ലേ എന്ന് ചോദിക്കാണ്. എങ്കിൽ പിന്നെ നിന്നെ ഞാൻ ആ മാർക്കറ്റിലേക്ക് വിട്ടിട്ട് പോകാം. തിരിച്ച് ഓട്ടോയ്ക്ക് വന്നാൽ മതി, നടന്നങ്ങ് വന്നെന്ന് ഞാൻ അറിയരുത്. ശരി അച്ഛാ എന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്ത് വൈജ വന്ന് കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, അല്ല, അവൾ രാവിലെ ഉടുത്തൊരുങ്ങി അയാളുടെ കൂടെ എങ്ങോട്ടാ? ചേച്ചി മാർക്കറ്റിലേക്ക് പോവാ സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട്. അതിന് അയാളതിനുള്ള കാറിൽ കൊണ്ടാക്കുന്നത്. മാർക്കറ്റ് ഇവിടുന്ന് 1-2 കിലോമീറ്ററല്ലേ ഉള്ളൂ, അവൾക്ക് നടന്നു പോലെന്താ കുഴപ്പം? അമ്മ പുറത്തിറങ്ങി ഒന്ന് നിന്ന് നോക്കിയിട്ടുണ്ടോ? 5 മിനിറ്റ് ആ മിറ്റത്തോട് നിന്ന് നോക്ക്. എന്താ ചൂടെന്ന് അമ്മയ്ക്ക് അപ്പം മനസ്സിലാവും. അമ്മ ഉരുകി താഴെ വീഴും. ആ ചൂടിലാണോ ചേച്ചിയോട് 2 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞത്? എടി, അവൾക്ക് ആ ചൂടൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ വന്നിട്ടല്ലേ അവൾ AC ഒക്കെ കാണുന്ന പോലും. ആ സ്നേഹനികേതത്തില് തറയെ കിടന്ന് ജീവിച്ചുകൊണ്ടിരുന്നവളല്ലേ ഇവിടെ വന്ന് എല്ലാ സൗഭാഗ്യങ്ങളും കണ്ടപ്പോൾ അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പം അമ്മയ്ക്ക് രാവിലെ എന്തിൻ്റെ കേടാ? അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കി ഇരുന്നാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അതേടി, ഞാൻ എൻ്റെ കാര്യം നോക്കി ഇരുന്നോണ്ടാ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അയാളിപ്പോൾ കൊണ്ടാക്കിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് അവൾ പോയാൽ പോരെ? അച്ഛൻ ആ വഴിയല്ലേ പോകുന്നത്, ആ വഴിക്ക് ചേച്ചി ഡ്രോപ്പ് ചെയ്തല്ല, എന്താ പ്രശ്നം? അതച്ഛൻ്റെ സ്വന്തം മോളല്ലേ? അതെടി, സ്വന്തം മോളാ. നീയൊക്കെ അങ്ങനെ പറഞ്ഞ് വിശ്വസിച്ചിരുന്നോ? നാളെ ഒരു ദിവസം അവളെയും കഴുത്തിൽ താലി കെട്ടി നിന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് കയറി വരും. അപ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ. അമ്മ എന്ത് വൃത്തികേടായി പറഞ്ഞത്. അത് ചേച്ചിയാ, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പ്. അച്ഛനെ കുറിച്ച് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ മോശം പറയുന്നേ? അങ്ങനൊന്നും ചിന്തിക്കാൻ കൂടി പാടില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് കൃഷ്ണൻ ഇവിടുന്ന് പോവാണ്. അല്ലേലും ഞാനിപ്പം ഒറ്റയല്ലടി, നിങ്ങൾ 3 പേരും ഇപ്പോൾ ഒറ്റ കെട്ടായല്ലോ. നീയും ബബിതയും രോഹി ഇപ്പം അവളെ ചേച്ചിയായിട്ടങ്ങ് അംഗീകരിച്ചില്ലേ? തലയ്ക്ക് മുകളിൽ കൊണ്ട് നടക്കല്ലേ? ഇനിയിപ്പോൾ എന്താ വേണ്ടത്? 3 പേരും ഇഷ്ടം പോലെ ആയിക്കോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കയറി വാതിലടയ്ക്കുവാണ്. ബബിത കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ ബഹളം? പതിവ് പ്രശ്നം തന്നെ. അച്ഛൻ ഷോപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഈ സമയം ചേച്ചി മാർക്കറ്റിലേക്ക് പോകാൻ ഇറങ്ങായിരുന്നു. അച്ഛൻ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അതാ ഇവിടുത്തെ പ്രശ്നം. അതിനിപ്പോൾ എന്താ? മാർക്കറ്റ് ഇവിടെ 2 കിലോമീറ്റർ അടുത്തല്ലേ? അച്ഛൻ പോകുന്ന വഴിക്കല്ലേ മാർക്കറ്റ്, വിട്ടാലെന്താ പ്രശ്നം? അതേ ഞാനും ചോദിച്ചുള്ളൂ. അപ്പം അമ്മ അനാവശ്യമൊക്കെ പറയാം. ഒരു ദിവസം ചേച്ചീനെ കല്യാണം കഴിച്ച് അച്ഛൻ വരും എന്നൊക്കെയാ പറയുന്നത്. ശരിക്കും നമ്മുടെ അച്ഛൻ്റെ മോള് തന്നെയാണോ അലീന? ബബിത ചോദിക്കുമ്പം കൃഷ്ണ പറയാണ്, എനിക്കതിൽ 100% ഉറപ്പുണ്ട്. നമ്മുടെ കൂടെപ്പിറപ്പ് അലീന ചേച്ചി, അതെനിക്ക് ഉറപ്പാ. ചേച്ചിക്ക് സംശയം ഉണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യും. ചേച്ചിയുടെ മനസ്സിന് അത്രയ്ക്ക് വിശ്വാസമായില്ലെങ്കിൽ ചേച്ചിയും കൂട്ടി പോയിട്ട് ഒരു DNA ടെസ്റ്റ് അങ്ങ് നടത്തി നോക്ക്. അപ്പം എല്ലാവർക്കും വിശ്വാസമാവുമല്ലോ. ഞാൻ പറഞ്ഞിട്ട് അതൊരു നല്ല കാര്യമാണ്. നമ്മുടെ അമ്മയും കൂടി അത് വിശ്വസിച്ചോളുമല്ലോ. അമ്മയുടെ മനസ്സിൽ നിന്ന് ഈ തെറ്റായ ചിന്തകളങ്ങ് മാറിക്കോളും എന്ന് കൃഷ്ണൻ പറയുമ്പം ബബിത പറയാണ്, അത് നല്ലൊരു ഐഡിയ. എൻ്റെയും അലീനയുടെയും അല്ലെങ്കിൽ നമ്മുടെ 3 പേരെ ആരുടെയെങ്കിലും അലീന ചേച്ചിയായിട്ടൊന്ന് DNA മാച്ച് ചെയ്ത് നോക്കിയാലോ? അതിനൊക്കെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എങ്കിലും അച്ഛൻ പറയുന്ന കുറേ പേരൊക്കെ ഉണ്ടല്ലോ. നമുക്കല്ലേ ഗോവർദ്ധനങ്ങളെ പിടിച്ചു നോക്കാം. ഏതെങ്കിലും ഒരു വഴിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ സത്യങ്ങളെല്ലാം മനസ്സിലാവുമല്ലോ എന്ന് പറയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണേ. ഇതേ സമയത്ത് തന്നെ അലീന മാർക്കറ്റിലേക്ക് ബാലേന്ദ്രൻ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ശേഷം അവളുടെ ക്യാഷും കയ്യിൽ കൊടുക്കാണ്. അല്ല, മനുവിന് എന്താ സ്പെഷ്യല്? മനുവേട്ടൻ എറണാകുളത്തല്ലേ, ഒറ്റയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അല്ലേ, നന്നായിട്ട് ശരിയാവുന്നില്ല. അപ്പോൾ വരുമ്പം എനിക്ക് സദ്യ തയ്യാറാക്കാമെന്ന് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയത്. സദ്യ ആകുമ്പം ഒരുപാട് കൂട്ടം വേണമല്ലോ, അതിൻ്റെ കൂടെ നോൺ വെജും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ അച്ഛനൊരു കാര്യം പോവച്ച, അങ്ങനെയൊന്നുമില്ല. നിന്റെ മുറച്ചെറുക്കണല്ലടി, പിന്നെന്താ കുഴപ്പം? അത് മാത്രമല്ല,
അവൻ കൊല്ലപ്പള്ളിയിൽ പറഞ്ഞല്ലോ നിന്നെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളെന്ന്. അതുകൊണ്ട് ഇനി നീ എവിടെ പോയാലും അവൻ നിന്നെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ സ്വന്തം ആനയുടെ മകളാണല്ലോ നീ, അവ പിന്നെ അതിൽ തെറ്റുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. തിരിച്ചു പോകുമ്പം മര്യാദയ്ക്ക് ഓട്ടോ വിളിച്ച് പൊയ്ക്കോണം. ഭയങ്കര വെയില, നടക്കാൻ നിന്നേക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ പൊയ്ക്കോണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടുന്ന് പോവാണ്. അങ്ങനെ അലീന മാർക്കറ്റിലേക്ക് പോയിട്ട് പച്ചക്കറിയും സാധനങ്ങളും ഫിഷും അതുപോലെ ചിക്കനും ഒക്കെ വാങ്ങിക്കുകയാണേ. അങ്ങനെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് തിരിച്ചിങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കുമായിരിക്കും. ഓട്ടോ വിളിക്കാനായിട്ട് നടക്കുകയാണ്. അങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ഒരു കാറ് അപ്രതീക്ഷിതമായിട്ട് അതിൻ്റെ ബ്രേക്ക് തെറ്റുകയാണോ എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ വന്ന് അലിനെ ഇടിക്കാൻ വരുമ്പം അലിനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെങ്കിലും അവളെ ചെറുതായിട്ടൊന്ന് തട്ടി ഇടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ വണ്ടി നിർത്തുകയും ചെയ്യാണ് കേട്ടോ. അതിൽ നിന്നും ആള് ചാടി ഇറങ്ങാണ്. ഈ സമയം കൊണ്ട് തന്നെ അലിയുടെ കയ്യിലുള്ള പച്ചക്കറിയും സാധനങ്ങളെല്ലാം തെറിച്ചു പോയി. ഇടിയുടെ ആഘാതത്തിൽ അലിന് തെറിച്ച് വീഴുന്നുണ്ട്. അലിനയുടെ ബോധവും പോയിട്ടോ. അലിയുടെ ബോധം പോയിട്ട് അവിടെ കിടക്കാണ്. അപ്പോഴേക്കും ആളുകളെല്ലാം ഓടിക്കൂടുന്നുണ്ട്. ആ വണ്ടിയിൽ ഇങ്ങനെ തല്ലുകയാണ് കേട്ടോ എല്ലാവരുടെ. ആ വണ്ടിക്കാരനെ പിടിച്ച് പുറത്തിറക്കുന്നുണ്ട്. അയ്യോ ഞാനല്ല, ആ പെൺകുട്ടിയാ എന്നൊക്കെ പറയുമ്പം അവിടെ നിന്നവര് അല്ല താൻ തന്നെയാ എന്നൊക്കെ പറഞ്ഞ് അയാളെ അടിക്കാൻ ഓങ്ങാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ട്രാഫിക് പോലീസുകാരെല്ലാം വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അലീനയെ തൂക്കിയെടുത്ത് ആ കാറിനകത്ത് ഇടുകയാണ്. എന്നിട്ട് ലേഡി പോലീസ് കൂടി ആ കാറിൽ കയറുന്നുണ്ട്. താൻ പെട്ടെന്ന് കയറി വണ്ടി എടുക്കടോ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ആളുകളെല്ലാം നീക്കി വിടുകയാണ് മറ്റേ പോലീസുകാരൻ. അങ്ങനെ അദ്ദേഹം ആ വണ്ടി എടുക്കുന്നുണ്ട്. പോലീസുകാർ ചോദിക്കുകയാണ് എന്താണോ ശരിക്കും സംഭവിച്ചേ എന്ന് പറയുമ്പം ഞാൻ ശരിയായിട്ട് തന്നെയാണ് വന്നത്. ഈ കുട്ടി ആദ്യം ആ ഓട്ടോ സ്റ്റാൻഡിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് സീബ്ര ലൈനിൽ ശരിക്കും നിൽക്കുമായിരുന്നു. എന്നാൽ എൻ്റെ വണ്ടി വരുന്ന കണ്ട് അവിടെ നിന്ന് നിന്നു. ഞാനെങ്കിൽ ആ കുട്ടി പോകുന്നില്ലോ എന്ന് കരുതി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും എടുത്തപ്പം ആ കുട്ടി പെട്ടെന്ന് നീങ്ങുകയും ചെയ്തു. പെട്ടെന്ന് എനിക്ക് കൺട്രോൾ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വണ്ടി എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരെയും കൂടെ ചെല്ലുകയാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ വണ്ടി ഇടിച്ചാൽ വേറെ ആരുമല്ല, നമ്മുടെ അലീനയുടെ സ്വന്തം അച്ഛൻ സ്റ്റാൻലിയാണ്. അങ്ങനെ ആ വണ്ടിയുമായിട്ട് നേരെ അദ്ദേഹം ദേവമാതാ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അലീനനെ പെട്ടെന്ന് തന്നെ എമർജൻസി വാർഡിലേക്ക് ക്യാഷ്വാലിറ്റിയിലേക്ക് കയറ്റുകയാണ്. പോലീസുകാരൻ തന്നെ കൂടെ ചെല്ലുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്യാഷ്വാലിറ്റിയിൽ കയറ്റുന്നുണ്ട്. എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പം കാർ ആക്സിഡൻ്റ് ആണെന്ന് പോലീസുകാർ പറയാണ്. അങ്ങനെ ഈ പെൺകുട്ടി ആരാണെന്ന് അറിയാൻ ചോദിക്കുമ്പം രണ്ടുപേർക്കും ഒരു പരിചയമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒന്നും പറയുന്നില്ല. അലീനയുടെ ഫോണാണെങ്കിൽ അവളുടെ ഹാൻഡ് ബാഗിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ആ ഹാൻഡ് ബാഗ് പോലീസുകാർ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഹാൻഡ് ബാഗിൽ നിന്നും ഐഡിയോ മറ്റെന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുമ്പം ആധാർ കാർഡ് ലഭിക്കുകയാണ്. അതിൽ നിന്നും പേരും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനകത്തുണ്ടായിരുന്ന ഫോൺ എടുത്ത് ലോക്ക് അഴിക്കാൻ ശ്രമിക്കുമ്പം അത് ഫോൺ ലോക്ക്ഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവർക്ക് സാധിക്കുന്നില്ല കേട്ടോ തുറക്കാനായിട്ട്. ആരിലും വിളിച്ച് ഇൻഫർമേഷൻ അറിയിക്കാനും പറ്റുന്നില്ല. ശരിക്കും അലീനയുടെ അഡ്രസ്സ് സ്നേഹനികേതത്തിലെ അഡ്രസ്സ് ആയിരിക്കുമല്ലോ. അങ്ങനെ ആ സ്നേഹനികേതത്തിലേക്ക് വിളിക്കുമ്പം ആരും തന്നെ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ പോലീസുകാരിയും നമ്മുടെ സ്റ്റാൻലിയും കൂടി അവിടെ വന്നിങ്ങനെ ഇരിക്കുകയായിരിക്കും. സ്റ്റാൻലി പറയാണ് ഇത് എവിടുത്തെ കുട്ടിയാ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് സ്നേഹനികേതം എന്ന് പറയുന്നത് ഒരു ഓർഫനേജ് ആണ്, ആ ഒരു അഡ്രസ്സിലാണ് ഈ കുട്ടിയുടെ ഐഡിയ ഉള്ളത്. അങ്ങനെ നോക്കുമ്പം ഈ കുട്ടിയുടെ അനാഥയാവാനാണ് ചാൻസ്, ആ ഒരു സ്നേഹനികേതത്തിൽ വളർന്നതായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം അലീനയുടെ മൊബൈല് അവരുടെ കയ്യിലുണ്ടല്ലോ. അപ്പോഴേക്കും കൃഷ്ണമോള് കുറേ നേരമായാലും ചേച്ചി പോയിട്ട് ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞു, വരേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൃഷ്ണമോള് അലീനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ എടുക്കുന്നത് പോലീസുകാരായിരിക്കും. ഹലോ എന്ന് നോക്കുമ്പം അലീന ചേച്ചി എവിടെയാണെന്ന് ചോദിക്കുകയാണ്. മോളെ ഞാനൊരു പോലീസുകാരിയാണ്. വഴിയിൽ വെച്ച് ഈ ഫോണിൻ്റെ ഉടമസ്ഥയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, ഒരു കാർ അപകടം. ഞങ്ങളിവിടെ ദേവമാതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അയ്യോ എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയേ എന്നും ചോദിച്ചുകൊണ്ട് കൃഷ്ണമോള് കരയാണ്. അല്ല ഇതേതാ സ്ഥലം, നിങ്ങളുടെ അഡ്രസ്സ് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട് ഞങ്ങൾ ഈ പാലയിൽ തന്നെ ഉള്ളതാണ്. എൻ്റെ അച്ഛൻ ഇവിടെ നെടുമുറിക്കൽ ബാലചന്ദ്രൻ മേനോൻ ഇവിടുത്തെ ജ്വല്ലറി ഷോപ്പിൻ്റെ ഉടമയാണ് എന്ന് പറയുമ്പം മനസ്സിലായി, എനിക്കറിയാം ബാലേന്ദ്രനെ, അദ്ദേഹത്തിൻ്റെ മകളാണോ എന്ന് ചോദിക്കുമ്പം അതെ. അലീന ചേച്ചി എൻ്റെ ചേച്ചിയാ എന്ന് പറയാണ്.
എത്രയും പെട്ടെന്ന് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കാണ് കൃഷ്ണമോള്. കൃഷ്ണമോള് ഭയങ്കരമായിട്ട് കരയുമ്പം ബബിതയും രോഹിത്തോട് അങ്ങോട്ടൊന്ന് ചോദിക്കുകയാണ്, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ചേച്ചി, മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ആയിന്ന്. ഞാൻ വിളിച്ചപ്പോൾ ഒരു പോലീസുകാരിയെ ഫോൺ എടുത്തത്. അവരാ പറഞ്ഞത് ദേവമാത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട്. നീ പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിച്ച് പറയാണ്. അങ്ങനെ ബാലനെ വിളിച്ച് പറയുമ്പം ബാലൻ ഞെട്ടിപ്പോകുന്നുണ്ട്. എൻ്റെ ഈശ്വര, മുമ്പ് ഞാൻ കൊണ്ടാക്കിയിട്ട് വന്നതല്ലേ ഉള്ളൂ, എൻ്റെ മോക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അച്ഛ വിളിച്ചപ്പോൾ പോലീസുകാരിയെ ഫോൺ എടുത്തത്. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാം, ക്യാഷ്വാലിറ്റിയിലാണ് ചേച്ചി എന്നാ പറഞ്ഞത്. എനിക്കെന്തോ പേടിയാവുന്നൊക്കെ പറയുമ്പം നിങ്ങൾ 3 പേരും കൂടി പെട്ടെന്ന് രോഹിത്തിനെയും കൂടിക്കൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ല്, ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വൈജി ഇറങ്ങിയിട്ട്, എന്നാടി ഇവിടെ പ്രശ്നം, എന്തിനാ നിങ്ങളെല്ലാം കൂടി കാറുന്നത്, എന്താടി എന്ന് ചോദിക്കുകയാണ്. ബബിത പറയുന്നുണ്ട്, അമ്മ അല്ല ചേച്ചി രാവിലെ മാർക്കറ്റിലേക്ക് പോയതല്ലേ, അച്ഛൻ ഡ്രോപ്പ് ചെയ്തിട്ട് അച്ഛനങ്ങ് പോയി. ചേച്ചി തിരിച്ചു വരുന്ന വഴിക്ക് ഏതോ ഒരു വണ്ടി ഇടിച്ചു. അങ്ങനെ അവിടുന്ന് പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കാം. ക്യാഷ്വാലിറ്റിയിലെന്നാ സീരിയസ് ആണെന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും വൈജി ചിരിക്കുകയാണ്. ഹോ, സന്തോഷമായി, രാവിലെ തന്നെ നല്ലൊരു ന്യൂസ് കേൾക്കാൻ പറ്റിയല്ലോ. കൃഷ്ണ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ? അതും ഒരു പെൺകുട്ടി തന്നെയല്ലേ, അച്ഛൻ്റെ മകളല്ലേ, അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നുന്നു എന്ന് പറയുമ്പം, എടി അവൾ എൻ്റെ ഭർത്താവിൻ്റെ മകളൊന്നും അല്ല, എനിക്ക് എതിരെ നിൽക്കാനും ഈ കുടുംബം നശിപ്പിക്കാനും വന്ന രാക്ഷസി. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. നീയൊക്കെ വേണമെങ്കിൽ അവളെ സ്വീകരിച്ചോ, പക്ഷേ എനിക്ക് പറ്റില്ല. ഇത് ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണ് എന്ന് പറയുമ്പം അമ്മയുടെ സ്വഭാവം ഒരിക്കലും മാറില്ല. വഴി കൂടെ പോകുമ്പോഴാണെങ്കിലും ഒരാൾക്ക് അപകടം പറ്റിയാൽ ഞങ്ങളുടെയൊക്കെ മനസ്സ് നോവും. പക്ഷെ അമ്മയ്ക്ക് കൂടെയുള്ള ആൾക്ക് ഒരു അസുഖം വന്ന് ഒരു അപകടം വന്നപ്പോൾ പോലും ഒരു തുള്ളി പോലും മാറ്റില്ലല്ലോ, എന്താ അമ്മ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ ചോദിക്കുകയാണ്. രോഹി പറയുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് വാ, പിന്നെ സംസാരിക്കാം, ഞാൻ വണ്ടി എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് രോഹി പുറത്തേക്ക് പോയിട്ട് കാറെടുക്കുകയാണ്. കൃഷ്ണയും ബബിതയും അപ്പോൾ തന്നെ വണ്ടിയിൽ പോയി കയറുന്നുണ്ട്. 3 എണ്ണം കൂടി എങ്ങനെ തുള്ളിച്ചാടി പോവാടി, നാണമില്ലല്ലോ, നിന്റെ അപ്പൻ്റെയൊക്കെ അവിഹിതവാ അവള്, എന്നിട്ട് അവളെ നോക്കാൻ പോകുന്നു 3 എണ്ണോ. നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യണ്ട എന്ന് രോഹി പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് 3 പേരും ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ വൈജ മനസ്സിലോർക്കാണ്, ഹോ സന്തോഷമായി, ആ നാശം പിടിച്ചാൽ അങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു, ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു. നാശം, അവള് കാരണം ഞാനും വണ്ടി ഇടിച്ച് കുറേ കാലം ഹോസ്പിറ്റലിൽ കിടന്നതല്ലേ, അവളും അനുഭവിക്കട്ടെ, അതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും എന്താണെന്ന് അവൾ അറിയണം, അവള് കാരണമല്ലേ ഞാൻ അനുഭവിച്ചത് എന്നൊക്കെ മനസ്സിലോർക്കാണ്. ഈ സമയം മനുവാണെങ്കിൽ എറണാകുളത്തും തിരിച്ചല്ലോ, പാലം എത്താറായിട്ടുണ്ട്. കൃഷ്ണമോള് വണ്ടി ഇരുന്നുകൊണ്ട് മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവേട്ടാ, ഇന്ന പോലെ ചേച്ചിക്ക് ആക്സിഡൻ്റ് ആയി, ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറയുമ്പോൾ മനു ആകെപ്പാട് ഞെട്ടിപ്പോവാണ്. അവൻ ആകെപ്പാട് വിഷമവും സങ്കടവും എല്ലാം ആവുന്നുണ്ട്. അങ്ങനെ അവനും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയം വൈജയ്ക്കാണെങ്കിലും സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. അങ്ങനെ വൈജ വേറെ ആരെയല്ല, നമ്മുടെ കമലയുടെ അടുത്താണ് വിളിക്കുന്നത്. കമലയെ വിളിച്ചിട്ട് വൈജ പറയുന്നുണ്ട്, നീ അറിഞ്ഞോ സന്തോഷ വാർത്ത? എന്താ വൈജേ? അത് പിന്നെ അവളുണ്ടല്ലോ, ആ മറ്റവള് അലീന, എൻ്റെ ജീവൻ നശിപ്പിക്കാൻ കയറി വന്ന ആ സാത്താൻ, അവൾക്ക് ആക്സിഡന്റ് ആയിരുന്നു. എങ്ങനെ? രാവിലെ ഇവിടുന്ന് ഒരുങ്ങിക്കെട്ടി അവള് പോയതാ, എന്തോ മാർക്കറ്റിലേക്ക് പച്ചക്കറി വാങ്ങിക്കാനൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന വഴി ഏതോ ഒരു കാറുകാരൻ അവളെ ഇടിച്ചിട്ടു. അവളിപ്പോൾ അത്യാഹിത വിഭാഗത്തിലാ എന്ന് പറയുന്നുണ്ട്. ആണോ? അത് കൊള്ളാലോ. എൻ്റെ മനുവാണെങ്കിൽ അവളെ കെട്ടണമെന്ന് പറഞ്ഞ് നടക്കല്ലേ. എങ്ങനെയെങ്കിലും ആ നാശം പിടിച്ചവളെ ഒന്ന് തീർന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അവളെ ചുമന്നുകൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് കയറി വരും. വൈജ് പറയാണ്, ഇവിടുന്ന് 3 എണ്ണം കൂടി തുള്ളിച്ചാടി പോയിട്ടുണ്ട്, എല്ലാവരും ഇപ്പോൾ ഹോസ്പിറ്റലിലെത്തി കാണും. അവൾക്ക് അപകടം പറ്റുന്നറിഞ്ഞപ്പോൾ എന്നോടില്ലാത്ത വേദനയാ അവർക്കെല്ലാവർക്കും. ഞാനും ഇതുപോലെ ആക്സിഡന്റ് ഹോസ്പിറ്റലിൽ കിടന്നാണല്ലോ, അന്നൊന്നും ഈ സ്നേഹപ്രകടനമൊന്നും ആരെ ഭാഗത്തുനിന്ന് ഞാൻ കണ്ടില്ല എന്ന് വൈജ് പറയുന്നുണ്ട്. കമല പറയുന്നുണ്ട്, അവളുടെ കിടപ്പ് എനിക്കൊന്ന് കാണാം, നമുക്ക് എന്തായാലും കാര്യമൊക്കെ എങ്ങനെ നോക്കാം, എന്നിട്ട് നാളെ തന്നെ നമുക്കൊന്ന് പോയി കാണാം, ആ കിടപ്പ് കൊണ്ട് നമുക്കൊന്ന് സന്തോഷിക്കാം എന്ന് പറയുമ്പം വൈജ് പറയാണ്, വരട്ടെ, ആദ്യം അവള് ജീവനോടുണ്ടോയെന്നൊന്ന് അറിയട്ടെ, അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് അങ്ങോട്ടേക്കുള്ള പോക്കൊക്കെ എന്നും പറഞ്ഞ് രണ്ടുപേരും ഭയങ്കര സന്തോഷവും ചിരി ഹാപ്പിയൊക്കെയാണ്. താൻ പ്രസവിച്ച സ്വന്തം മകളാണ് അവിടെ ഇങ്ങനെ
ജീവന് വേണ്ടി പോരാടി കിടക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെയാണ് നമ്മുടെ വൈദ്യു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് CPR കൊടുക്കുകയും അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ സമയത്ത് രോഹിയും അതുപോലെ നമ്മുടെ കൃഷ്ണമോളും ബബിതയും കൂടി ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെല്ലാണ്. അവിടെ ചെന്നിട്ട് അലീന എന്ന് പറയുമ്പോഴേക്കും പോലീസുകാർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇവർ 3 പേരും വരുമ്പോൾ നിങ്ങളൊക്കെ അവളുടെ ആരാന്ന് ചോദിക്കുമ്പം ഞങ്ങളുടെ 3 പേരെയും ചേച്ചിയായെന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റാൻലി എഴുന്നേക്കാണ്. അത് ഒരു അബദ്ധം സംഭവിച്ചതാ, ഞങ്ങൾക്ക് 2 പേർക്കും അബദ്ധം സംഭവിച്ചു, എൻ്റെ കാറാണ് ഇടിച്ചത്, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നേ എന്ന് പറയാണ്. കൃഷ്ണ ചോദിക്കാണ്, നോക്കിയും കണ്ടുമൊക്കെ വണ്ടി ഓടിക്കണ്ടേ, എൻ്റെ ചേച്ചി അകത്ത് കിടക്കുന്നത്, ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്നും സംഭവിക്കില്ല മോളെ, ഒരു കുഴപ്പമില്ല എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. ഇതേ സമയത്ത് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ഓടിക്കതച്ച് വരുന്നുണ്ട്. കൃഷ്ണമോളെ എവിടെ, അലീന മോൾ എവിടെ എന്ന് ചോദിക്കാണ്. അച്ഛാ അകത്താ എന്ന് പറയുന്നുണ്ട്. അയ്യോ എനിക്കെൻ്റെ മോളെ കാണണം എന്നൊക്കെ പറയുമ്പം പോലീസുകാർ പറയുന്നുണ്ട് അകത്ത് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും ഇപ്പം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഡോക്ടർ ഇറങ്ങി വരട്ടെ എന്നിട്ട് നോക്കാമെന്ന് പറയുമ്പം അത് പിന്നെ മേഡം കൂടുതലാണോ, മോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ബാലേന്ദ്ര, തനിക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ലെന്ന് പറയുമ്പം പേരുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ബാലേന്ദ്രന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, ബാല നീ പേടിക്കൊന്നും വേണ്ട, അവക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, കാറിടിച്ചിട്ടുണ്ട്, കാലും കൈയൊക്കെ ചെറിയ പൊട്ടലുണ്ട്, ബോധമില്ലായിരുന്നു, അതുകൊണ്ടാ പെട്ടെന്ന് ക്യാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റാൻലി പറയാണ്, എന്നോട് ക്ഷമിക്കണം, എൻ്റെ കാർ അടിച്ചത് എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രന് ദേഷ്യപ്പെട്ട് അയാളുടെ കോളറിനെ കുത്തിപ്പിടിക്കാൻ പോവാണ്. അപ്പോഴേക്കും പോലീസുകാർ പറയുന്നുണ്ട്, ബാല നീ കൈ മാറ്റിക്കേ, ഇവിടെ വെച്ച് ഒരു സീൻ ഉണ്ടാക്കരുത്, ആര്യയുടെ ഭാഗത്തും ചെറു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്, അതുകൊണ്ട് ഇയാളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനും കൃഷ്ണയും ബബിതയും എല്ലാവരും കൂടി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ് ഡോക്ടർ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ മനു അവിടെ ചീറിപ്പാഞ്ഞെത്തിട്ടോ. മനു കരഞ്ഞ് അവശനായിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വന്ന പാടെ ബാലിനെ കണ്ട്, അങ്കിളെ എന്താ പറ്റിയതിൻ്റെ അലീനയ്ക്ക് എന്ന് ചോദിക്കുകയാണ്. എടാ അറിയില്ല, ഞാനും വന്നതേ ഉള്ളൂ, ഡോക്ടറിനെ വരുമ്പോഴേ എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഡെസ്പായി നിൽക്കുകയാണ്. ഈ സമയത്ത് സ്റ്റാൻലി ആണെങ്കിൽ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതിരിക്കും കേട്ടോ. പോലീസുകാരെയും അവിടെ തന്നെയുണ്ട്. അപ്പോഴേക്കും ഡോക്ടർ ഇറങ്ങുകയാണ്. ബാലനും അതുപോലെ സ്റ്റാൻലിയും പിന്നെ മനു എല്ലാം കൂടെ കൂടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എങ്ങനെയുണ്ട്, അലീനയ്ക്ക് എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല, വണ്ടി ഇടിച്ചപ്പം കൈമുട്ടി ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ കാലിനും പൊട്ടലുണ്ട്, പിന്നെ വണ്ടി ഇടിച്ച് തലയ്ക്ക് ചെറിയൊരു പൊട്ടലേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല, ആ ഒരു ഷോക്കിൽ ബോധം പോയതാ, അല്ലാതെ ഒരു കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കേണ്ടത് പോലെ ഒന്നുമില്ല, ICU ആണെങ്കിൽ ഇപ്പൊ തന്നെ മാറ്റാം എന്നൊക്കെ പറയാണ്. അല്ല വന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഒരുപാട് പേടിച്ചു പോയി എന്ന് സ്റ്റാൻലി പറയാണ്. വരുന്ന ഉടനെ നമ്മൾ അങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാറുള്ളതാ, എല്ലാം ഒന്ന് അറിയണമല്ലോ, ഇപ്പൊ റിസൾട്ട്സ് ഒക്കെ വരും, വേറെ ഒരു പ്രശ്നമില്ല, ഇപ്പോൾ തന്നെ ഷിഫ്റ്റ് ചെയ്തേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സമാധാനം വന്നിട്ടോ. സ്റ്റാൻലി വന്ന് ഇടിച്ച സമയത്ത് ചെറിയായിട്ട് കൈയും കാലും ഒക്കെ ഒന്ന് ഇടിച്ചെങ്കിലും അവർക്ക് പെട്ടെന്ന് പേടിച്ചിട്ടുണ്ടോ ബോധം പോയത്, ആ ഒരു കാര്യം ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അലീനനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഈ സമയത്ത് മനുവും അതുപോലെ കൃഷ്ണയും ബബിതയും എല്ലാവരും കൂടി ചേർന്ന് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അലീന ഇപ്പം എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല മനുവേട്ടാ, കുഴപ്പമില്ല അച്ഛാ, ഒരു പ്രശ്നമില്ല, ദേ കാലിൻ്റെ ഇവിടെ ഇച്ചിരി പൊട്ടലുണ്ടെന്നാ പറഞ്ഞത്, കയ്യിലിവിടെ ഒന്ന് ഉറഞ്ഞു, ബോധം പോയത് പേടിച്ചിട്ടാണെന്നാ പറഞ്ഞത്, തലയ്ക്ക് ചെറിയൊരു പൊട്ടലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല അച്ഛാ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ തന്നെ നിന്നെ ഡ്രോപ്പ് ചെയ്യാന്ന്, നീ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ എന്ന് പറയാണ്. അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയുമ്പം സ്റ്റാൻലി പറയാണ്, മോളെ എൻ്റെ കാറാ മോളെ ഇടിച്ചത്, എന്നോട് ക്ഷമിക്കണം, ഞാനും അറിയാതെ എന്ന് പറയുമ്പം അലീന പറയാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ വണ്ടി എടുത്ത സമയത്ത് എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ തോന്നി, അതുകൊണ്ടാണ് പെട്ടെന്ന് റോഡിലേക്ക് ചാടിയത്, ഞാൻ ചാടരുതെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ എന്തോ ആ സമയത്ത് സംഭവിച്ചു പോയി, നിങ്ങളുടെ ഭാഗത്ത് മാത്രമല്ല എൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് അലീന പറയാണ്.
അങ്ങനെ പോലീസുകാർ വന്നിട്ട് കേസൊന്നും ഇല്ലാന്ന് എഴുതി മേടിച്ചിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ മനുവാണെങ്കിലും അയാളുടെ കൈ പിടിച്ചിട്ട് എങ്ങനെയുണ്ട് അലീന എന്ന് ചോദിക്കാണ്. കുഴപ്പമില്ല മനുവേട്ടാ എന്ന് പറയുന്നുണ്ട്. കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ആകെപ്പാടെ പേടിച്ചു പോയി, കേട്ടപ്പോഴേ ഞാൻ നിന്ന നിപ്പിലങ്ങ് ഇല്ലാതായിപ്പോയാലോ തോന്നിപ്പോയി എന്നൊക്കെ പറയാണ്. രോഹിയും ബബിതയും കൃഷ്ണയൊക്കെ വന്ന് കാണുമ്പം അലീന പറയുന്നുണ്ട്, എൻ്റെ 3 സഹോദരങ്ങളും എൻ്റെ അച്ഛനും എൻ്റെ മനുവേട്ടനും വന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇതിൽ പരം സന്തോഷം എനിക്ക് എന്ത് വേണം? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായല്ലോ, അത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, 2-3 ദിവസത്തെ റെസ്റ്റ് എടുപ്പിൻ്റെ കാര്യമുള്ളൂ, ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തേക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല, ബ്ലഡ് റിസൾട്ടിലൊന്നും കാര്യമായിട്ട് കുഴപ്പങ്ങളും കാണുന്നില്ല, ചെറിയൊരു ഷോക്ക് ഉണ്ടായതാ, വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് വൈജ കൃഷ്ണമോളെ വിളിക്കുകയാണേ. അമ്മയാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഫോൺ എടുക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണ എല്ലാവരെയും കേൾപ്പിക്കാനായിട്ട് സ്പീക്കറിൽ ഫോൺ ഓണാക്കുകയാണേ. ഈ സമയം സ്റ്റാൻലി അവിടുന്ന് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അല്ലടി അവള് ചത്തോ എന്നാണ് എടുത്ത വായിലെ ചോദിക്കുന്നത് കേട്ടോ. ചേ അമ്മ എന്ത് വർത്താനായി പറയുന്നേ എന്ന് ചോദിക്കാണ്. അല്ല അവൾക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങളിവിടുന്ന് പോയത്, പിന്നെ വിളിയൊന്നും കണ്ടില്ല, ഇനി അവളുടെ കഥ ക്ലോസ് ആയെന്നറിയാൻ വിളിച്ചതാ. അമ്മ എങ്ങനെ സന്തോഷിക്കണ്ട, എൻ്റെ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വായിച്ച അപ്പോൾ തന്നെ ഫോൺ കിട്ടാക്കാണ്. ഹോ എന്തൊരു ജന്മ നിങ്ങളുടെ അമ്മ, ഇങ്ങനെയുണ്ട് മനുഷ്യന്മാര് എന്ന് ചോദിക്കാണ്. മനു പറയുന്നുണ്ട്, ആന്റി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും തിരുത്താനാവില്ലെങ്കിലേ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഒന്നുമില്ലെങ്കിലും അങ്ങളുടെ മകളല്ലേ ഇത്, അങ്ങനെയെങ്കിലും ആന്റിക്ക് ചിന്തിച്ചൂടെ? വഴി കിടന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് സങ്കടാവില്ലേ? ആ സമയത്താ ആനയുടെ ഇമ്മാതിരി വർത്താനം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്ത് ഞാനാ ആന്റിയായി പോയില്ലേ എന്ന് പറയാണ്. അങ്ങനെ കൃഷ്ണയും ബബിതയും എല്ലാവരും കൂടെ കൂട്ടിരിക്കുമ്പം മനു പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയിക്കോ, ഇന്ന് ഞാനിടുന്നോളാം, എന്തായാലും ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ എല്ലാം വാങ്ങിക്കാനായിട്ട് പോയത്, അതുകൊണ്ട് ഇന്ന് ഞാനവിടെ സ്റ്റേ ചെയ്തോളാം എന്ന് പറയുമ്പം കൃഷ്ണ പറയാണ്, സാരമില്ല ഞാനോട് നിൽക്കാം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട വേണ്ട ബാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയാണ്. അച്ഛാ എന്ന് പറയുമ്പം സാരില്ലെന്നല്ലേ പറഞ്ഞത്, വാ എന്ന് പറഞ്ഞുകൊണ്ട് ബബിതയും രോഹിത്തും ഒക്കെ യാത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവരെന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ, നമ്മൾ എന്തിനാ സ്വരത്തിലെ കട്ടുറുമ്പായിട്ട് എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മക്കളെയും കൂട്ടി അവിടുന്ന് പോവാണ്. സ്റ്റാൻലി ഈ സമയം പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. സ്റ്റാൻലി പോകാൻ തന്നെ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലെ എല്ലാ ചിലവുകളും ഞാൻ നോക്കിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പം എന്തായാലും ഞങ്ങൾ വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, താൻ ഇവിടെ തന്നെ കാണണം, എങ്ങ് പോയേക്കരുത് എന്ന് സ്റ്റാൻലിയോട് പറയാണ്. ഇല്ല ഞാനെങ്ങ് പോവില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു അലീനയും കൂടി കയ്യിൽ പിടിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനു പറയാണ്, എന്തായാലും ഞാനേ ശരിക്കൊന്ന് പേടിച്ചു പോയിടോ, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോ എനിക്ക്, കൃഷ്ണനെ വിളിച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നിയതാ, ഇവിടം വരെ ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അലീനയുടെ കൈ മനുവിന്റെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മനു കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്താ മനുവേട്ടായത് എന്ന് ചോദിക്കുമ്പം ഇതേ പ്രത്യേക തരത്തിലുള്ള മരുന്നാ, പെട്ടെന്ന് മാറിക്കോളൂ കേട്ടോ എന്നൊക്കെ പറയാണ്. പാവം അയാൾ ഒത്തിരി പേടിച്ചു പോയി തോന്നുന്നു, ആ വണ്ടി ഓടിച്ചിരുന്ന ആളെ, അദ്ദേഹം വല്ലാണ്ട് ഡിസ്റ്റർബ് ആയിരിക്കാൻ തോന്നുന്നു, മനുവേട്ടൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കുവോ എന്ന് ചോദിക്കാണ്. അതിനെന്താ വിളിക്കാലോ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിക്കാണ്. സ്റ്റാൻലി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛനും സഹോദരങ്ങളൊക്കെ പോയോ? പോയിന്ന് പറയുന്നുണ്ട്. അവരെല്ലാം വൈകിട്ട് വരും, എല്ലാവരെയും ആവശ്യമൊന്നുമില്ലല്ലോ, അത് മാത്രമല്ല വീട്ടിൽ അമ്മയുണ്ട്, അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുക അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലി പറയാണ്, എൻ്റെയും കാലിന് കുറച്ച് ഫ്രാക്ചറൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ നന്നായി ഡ്രൈവ് ചെയ്യും, ഒരു കുഴപ്പമില്ലാതെ, കുറേ വർഷങ്ങളായിട്ട് ഡ്രൈവ് ചെയ്യുന്നതല്ലേ, ഇന്നേ വരെ ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. പണ്ടൊരിക്കൽ വലിയൊരു അപകടം സംഭവിച്ചതാ, അതിൽ പിന്നെ കുറെ കാലം ഞാൻ വണ്ടി ഓടിക്കാതിരുന്നതാ, പക്ഷെ അതിൽ പിന്നെ ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല, അത്രയ്ക്ക് ശ്രദ്ധിച്ച് ഞാൻ വണ്ടി ഓടിക്കാറ്. പിന്നെ ഇപ്പൊ എന്തോ പറ്റി, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അതുകൊണ്ടല്ലേ, സാരമില്ല എന്ന് അലീന പറയുന്നുണ്ട്. സ്റ്റാൻലി പറയാണ്, ഏകദേശം ഒരു 10-21 വർഷം മുമ്പാ എനിക്ക് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായത്, എൻ്റെ കാർ ഇടിച്ചതാ. അന്ന് ഞാൻ 6-7 മാസം കോമയിലായിരുന്നു,
അതിനുശേഷം പിന്നീട് ഞാൻ കുറേ നാൾ തെറാപ്പിയും ഫിസിയോതെറാപ്പിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അതിനുശേഷം ഒരു 5-6 വർഷത്തിന് ശേഷം ഞാനത് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നത്. പിന്നെ ഇന്നേ വരെ ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ ഞാൻ വഴി കൊടുത്തിട്ടില്ല. കുറേ കാലം ഓടിക്കാതൊക്കെ ഇരുന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് അങ്ങ് ഓടിക്കാൻ തുടങ്ങി. ഇങ്ങനെ സംഭവിച്ചപ്പോൾ മാനസികമായി വീണ്ടും തളർന്നു എന്ന് പറയുമ്പം അലീന പറയാണ്, ഇതൊക്കെ ജീവിതത്തിലുള്ളതല്ലേ, അതൊന്നും സാരമില്ല, വണ്ടിയാകുമ്പം അപകടമൊക്കെ ഉണ്ടാവും, അതും പറഞ്ഞ് മനസ്സങ്ങ് തളർത്തിയാലോ എന്ന് ചോദിക്കാണ്. മനു അപ്പോഴേക്കും എൻ്റെ പേര് മനു എന്നാണ്, മനുശങ്കറാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞത് കേട്ട് മനു അലീനെ ഞെട്ടിപ്പോന്നുണ്ട്. എന്താ പറഞ്ഞേ? എൻ്റെ പേര് സ്റ്റാൻലി ജോസഫ് എന്ന് പറയാണ്. ഇവർ രണ്ടുപേരും പരസ്പരം മുഖത്തോടെ മുഖം നോക്കുന്നുണ്ട്. എന്താ എന്താ നിങ്ങൾ അങ്ങനെ എന്താ നിങ്ങൾ ഇട്ടിരിക്കുന്ന പോലെ? അല്ല, ഈ പേര് ഒരു റയർ പേരല്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയാലേ ഇങ്ങനത്തെ ഒരുപാട് പേരുണ്ട് എന്ന് പറയാണ്. ഞാനെങ്കിൽ പിന്നെ ഈ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവാണ്. മനു പറയുന്നുണ്ട്, അലീന ഇനി നിന്റെ അച്ഛൻ സ്റ്റാൻലി എങ്ങാനോ ആയിരിക്കോ? അതിനൊന്നും ചാൻസ് ഇല്ല. സ്റ്റാൻലി ജോസഫ് എന്ന പേര് നീ കേട്ടില്ലേ? അത് ശരിയായിരിക്കും. ഒരാളെപ്പോലെ എത്ര പേരുകൾ കാണും? മനുഷ്യങ്ക എന്നുള്ള പേര് തന്നെ ഒരു 100 എണ്ണം കാണില്ലേ? അതുപോലെ ആയിരിക്കും ഇതും. എങ്കിലും സ്റ്റാൻലി എന്നുള്ളത് ഒരു റയർ നെയിം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. ഇവരുടെ ഈ പ്രണയത്തിന്റെ കാര്യങ്ങളിലേക്കൊക്കെ മനുവും കടക്കാണ്. ഈ സമയത്ത് വൈജ വിളിച്ച് കമലയോട് പറയുന്നുണ്ട്, അവൾക്ക് വലുതായിട്ടൊന്നും പറ്റിയില്ല, ചെറുതായിട്ടൊന്നും സംഭവിച്ചുള്ളൂ എന്ന് പറയുമ്പം അത് സാരമില്ല, നമുക്ക് പോയി എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വൈജയും കമലയും കൂടി വരുന്നുണ്ടേ. ഈ സമയത്ത് അവിടെ ഉള്ളത് മനു ആണല്ലോ. അങ്ങനെ വന്ന് ഹോസ്പിറ്റലിലെ ഡോർ ഇവിടെ തുറക്കുമ്പോഴേക്കും കാണുന്നത് മനു അയാളുടെ കയ്യിലും പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കമലയെ കണ്ടപാടെ മനു പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ ഇവിടെ നീ തന്നെയല്ലേ ഇവക്ക് കൂട്ടിരിപ്പ്? പിന്നമ്മേ, ഞാനല്ലാതെ വേറെ ആരിരിക്കാനാ? ഇവളുടെ ഭാവി ഭർത്താവല്ലേ ഞാന്, അപ്പൊ ഞാൻ വേണ്ടി കൂട്ടിരിക്കാൻ എന്ന് ചോദിക്കാണ്. ഇടി നാണകെട്ടവളെ, നീ എൻ്റെ മകനെ വിളിച്ചിപ്പോ പോക്കറ്റിലാക്കിയല്ലേ എന്ന് ചോദിക്കാണ്. അമ്മേ, ഇതൊരു ഹോസ്പിറ്റലാ, അമ്മയുടെ ഇമാതിരി വർത്താനമൊന്നും ഇവിടെ എടുക്കരുത്, പോലീസുകാരെ ഇവിടെ ഒന്ന് അടിച്ചു ഓടിക്കും എന്ന് പറയുന്നുണ്ട്. നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് വൈജി പറയാണ്. ഒത്തിരി സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. നീ കാരണം ഞാൻ കുറെ കാലം ഹോസ്പിറ്റലിൽ കിടന്നതാ. അന്ന് ഇതേ അവസ്ഥയൊന്നും അല്ലായിരുന്നു. ബോധം പോലും ഇല്ലാതെ, സംസാരിക്കാൻ പോലും ആവാതെ, കട്ടിൽ എഴുന്നേക്കാൻ പോലും ആവാതെ 2-3 മാസമാ ഞാൻ ആ ബെഡിൽ കിടന്നത്. അതൊന്നും എനിക്ക് മറക്കാനാവില്ല. നീ ഒറ്റയൊരുത്തി കാരണമാ അതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ഈ കിടപ്പ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയുന്നുണ്ട്. മനു ചോദിക്കാണ്, അതെങ്ങനെ ആൻറ്റി ഇവള് കാരണമാവുന്നത്? ആൻറ്റിയല്ലേ ആ സമയത്ത് ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചത്, എന്നിട്ട് ആൻറ്റി ഇവളെ കുറ്റം പറഞ്ഞ എന്നാത്തിനാ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് പോയാ മനു, ഇവളെന്ന് കാരണമാണല്ലോ ഞാനൊന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നത്. ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണക്കാരി ഇവളല്ലേ, അപ്പൊ ഇവള് തന്നെ എല്ലാത്തിനും കാരണക്കാരി. പിന്നെ ആൻറ്റി ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കിയതിന്റെ കാരണക്കാരി അലീനയാണോ എന്ന് ചോദിക്കാണ്. അല്ലേലും നീ അങ്ങനല്ലേ പറയുള്ളൂ. എന്തായാലും എനിക്ക് വലിയ സന്തോഷമായി. ഈ ഒരു കാഴ്ച കണ്ടപ്പോഴേ എൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വൈജ കമലയോട് പറയാണ്, വാ കമലെ, നമുക്ക് പോകാം, ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നതല്ലേ നമ്മള് എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അലീനയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവാണേ. അപ്പോഴേക്കും മനു പറയുന്നുണ്ട്, നീ അതൊന്നും കാര്യമാക്കണ്ട, നിന്റെ അമ്മയുടെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാലോ, പിന്നെ എൻ്റെ അമ്മയും രണ്ടും കൂടെ ചേർന്നാലേ നന്നായിരിക്കും എന്നും പറഞ്ഞ് അവൻ ചിരിക്കാണ്. അപ്പൊ അലീനയ്ക്ക് കുറച്ച് സന്തോഷമാവുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ വൈജ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും സ്റ്റാൻലി അതിലെ പാസ് ചെയ്ത് പോകുന്നത് വൈജ കാണുന്നത്. ഒരു നിമിഷം സ്റ്റക്കായിട്ട് വൈജ എങ്ങനെ നിൽക്കാണേ. കമല ചോദിക്കാണ്, എന്താ വൈജെ, എന്ത് പറ്റി, നീ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നത് എന്ന് ചോദിക്കാണ്. ഒന്നുമില്ല കമലേട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്തിരിഞ്ഞ് നോക്കുകയാണ്, അയാളെ തന്നെയാണോ ആ പാസ് ചെയ്ത് പോയെന്ന്. കമലയുള്ളത് കാരണം പോയി നോക്കാനും വയ്യ. ഒന്നും വയ്യാത്ത സാഹചര്യത്തില് ഞൊണ്ടി കമലയുടെ കൈയും പിടിച്ചാണ് കേട്ടോ വൈജ പോണത്. തിരിഞ്ഞോക്കി പോയിട്ട് കാറിൽ കയറുകയാണ്. അത് സ്റ്റാൻലി തന്നെയാണോ എന്ന് ഒരു സംശയം വൈജയുടെ ഉള്ളിൽ ഉടലെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈജ മനസ്സമാധാനമില്ലാതെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇതിന്റെ ബാക്കിയൊരു സെക്കൻഡ് പാർട്ട് സ്റ്റോറി ഉണ്ട്. വൈജ സ്റ്റാൻലിയെ കാണുന്നതും തിരിച്ചറിയുന്നതും അലിനെ തിരിച്ചറിയുന്നൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്.
അപ്പോൾ അതിൻ്റെ സ്റ്റോറി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.